അർജന്റീന ഈജിപ്ത് മത്സരത്തിലെ ഒരേ സിറ്റുവേഷനിൽ 2 തീരുമാനങ്ങൾ റഫറി എടുത്തെന്നുള്ള വിവാദത്തിനെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ. ആദ്യം തന്നെ അർജന്റീനയുടെ ഗോളിലേക്ക് കിടക്കാം. അവിടെ അർജന്റീനയുടെ ഗോൾ സ്കോർ ചെയ്യുന്നതിന് മുമ്പ് മുഹമ്മദ് സാലയുടെ കാലിൽ ബോളുണ്ടായിരുന്നു. എന്നാൽ അർജന്റീന പ്ലെയർ സാലയുടെ കാലിൽ നിന്ന് ബോൾ ടാക്കിൾ ചെയ്യുകയും സാല അതിനുശേഷം കാലിൽ തട്ടി തികച്ചും ഒരു നോർമൽ ഫുട്ബോൾ കോൺടാക്റ്റ് മാത്രമാണത്. അങ്ങനെയാണ് സാല അവിടെ വീഴുന്നത്. അവിടെ വാർ നോക്കിയിട്ടില്ല എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. അത് വാറിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. VAR എന്നാൽ വീഡിയോ അസിസ്റ്റന്റ് റഫറി എന്നാണ്. മറ്റൊരു റഫറി കൂടി മെയിൻ റഫറിയെ പോലെ ഈ മത്സരങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാവും. വാർ നോക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്നാൽ റെഡ് കാർഡ് സിറ്റുവേഷൻ, ഒരു ഗോൾ അല്ലെങ്കിൽ നോ ഗോൾ സിറ്റുവേഷൻ, ഒരു പെനാൽറ്റി അല്ലെങ്കിൽ നോ പെനാൽറ്റി ഡിസൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൻ ഐഡന്റിറ്റി, ഒരു പക്ഷേ റെഡ് കാർഡ് മാറി മറ്റൊരു പ്ലെയർക്ക് കൊടുത്തേക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് വാർ നോക്കുക. മറ്റു സിറ്റുവേഷനുകളെല്ലാം വാർ റഫറി ആ മത്സരത്തിലെ ഇൻസിഡന്റ് നിരീക്ഷിക്കുകയും അവിടെ ഒരു ഫൗൾ ഇല്ലെന്ന് കണ്ടാൽ വീണ്ടും മെയിൻ റഫറിയോട് പോയി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറയില്ല. രണ്ടാമത് ചെക്ക് ചെയ്ത് വെറുതെ ഒരു നേരം കളയേണ്ട ഒരു സിറ്റുവേഷനേ അവിടെ ഇല്ല. അവിടെ ഫൗൾ അല്ലെന്ന് ക്ലിയറായി തന്നെ വാർ റഫറിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നേരെ മറിച്ച് അർജന്റീന പ്ലെയറിന്റെ കാലിലായിരുന്നു ബോൾ. ആ ബോളായിരുന്നു കാലിൽ ചവിട്ടിക്കൊണ്ടാണ് ഈജിപ്ഷ്യൻ പ്ലെയർ ബോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ആ മുന്നേറ്റമാണ് ഗോളിലേക്ക് നയിക്കുന്നത്. ഗോളിലേക്ക് നയിക്കുന്ന ഒരു മുന്നേറ്റത്തിൽ ബിൽഡപ്പിലുണ്ടായ ഒരു ഫൗൾ ആയതുകൊണ്ട് മാത്രമാണ് അത് ഗോൾ ഡിസലോ ചെയ്യേണ്ട ആവശ്യം വന്നത്. വാർ സിസ്റ്റത്തെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതിനു മുമ്പ് നടന്ന വേൾഡ് കപ്പിലുള്ള മിസ്റ്റേക്കുകൾ. കൈകൊണ്ട് ഗോളടിച്ച സിറ്റുവേഷൻ അറിയാം. നിരവധി ഓഫ് സൈഡ് ഗോളുകൾ ഗോളാക്കിയ സിറ്റുവേഷൻ അറിയാം. ഗോൾ പോസ്റ്റിനകത്തേക്ക് ബോൾ കയറിയതിനു ശേഷവും ഗോൾ കൊടുക്കാതിരുന്ന സിറ്റുവേഷൻ അറിയാം. ഇതെല്ലാം അന്ന് റഫറി കാണാത്തത് കൊണ്ടോ മറ്റ് സാഹചര്യ തടസ്സങ്ങൾ കൊണ്ടോ സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ വാർ വന്നതിന് ശേഷം ഇതുപോലുള്ള മിസ്റ്റേക്കുകളൊന്നുമില്ല. അതുപോലുള്ള വലിയ മിസ്റ്റേക്കുകളിൽ നിന്ന് വളരെ ചെറിയ മിസ്റ്റേക്കുകളിലേക്ക് ചുരുങ്ങിയത് വാർ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കളിയുടെ ഫ്ലോയെ ബാധിക്കുമെങ്കിൽ കൂടി ഇത്തരം മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ കൂടിയാണ് വാർ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരത്തിൽ അവസാന നിമിഷത്തിലെ ഗോളും ഇതുപോലെ പലരും വിവാദത്തിലാക്കിയിരുന്നു. ഒരു മുടിയിൽ ടച്ച് ചെയ്യുന്നതിന് എന്തിനാണ് ഓഫ്സൈഡ് വിളിക്കുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗൽ പ്ലെയറിന്റെ ദേഹത്തും ആ ബോൾ ടച്ച് ചെയ്തിരുന്നു. ഒരു മുടിയിൽ ടച്ച് ചെയ്താൽ പോലും ഓഫ്സൈഡ് പൊസിഷനിൽ ഒരു അറ്റാക്കിംഗ് പ്ലെയറിന് നിൽക്കാൻ സാധിക്കില്ല. സ്വന്തം ടീംമേറ്റിന്റെ കയ്യിൽ നിന്ന് ബോൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഓഫ്സൈഡ് പൊസിഷനിൽ നിൽക്കരുത്. അതാണ് നിയമം. അതുപോലെ പോർച്ചുഗൽ പ്ലെയർ ഡെലിബറേറ്റ്ലി അല്ല പ്ലേ ചെയ്തത്. അതായത് മനഃപൂർവ്വം ആ ബോൾ പ്ലേ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഓഫ്സൈഡ് സിറ്റുവേഷനിൽ ആ ടച്ച് കൺസിഡർ ചെയ്യുകയില്ല. ഇതുതന്നെയാണ് നിയമം എന്ന് കരുതി പോർച്ചുഗലിനോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഫിഫ ഫേവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുപോലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് തന്നെയാണ് ഈ വേൾഡ് കപ്പ് മുന്നോട്ട് പോകുന്നത്. വെറും ഫാൻ ഫൈറ്റിന് വേണ്ടി ഇതുപോലെയുള്ള തെറ്റായ ആർഗ്യുമെന്റുകൾ നിരത്തുന്നതിന് പകരം ഈ മത്സരത്തിലെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൂടെ? എന്തുകൊണ്ട് അർജന്റീന 80 മിനിറ്റുകൾക്ക് ശേഷം ഇത്രയ്ക്ക് സ്ട്രോങ് ആയി? മെസ്സി റൈറ്റ് വിങ് ഫോർവേഡായ സ്വന്തം പൊസിഷനിലേക്ക് മാറി കളിച്ചതോ, ഇടത് വിങ് ബാക്കുകളിൽ നിന്നുള്ള തഗ്ലിഫിക്കോയെ മാറ്റി മറ്റൊരു പ്ലെയർ ഇറക്കിയതോ, അർജന്റീന കോച്ചിന്റെ തന്ത്രങ്ങളോ, അല്ലെങ്കിൽ ബെൽജിയം മാച്ചിൽ ഇതേപോലെ തന്നെ 2-0 ഡൗണായി നിന്നതിന് ശേഷം തിരിച്ചു വന്ന് എങ്ങനെ ജയിച്ചുവെന്നോ, അതല്ലെങ്കിൽ പോർച്ചുഗൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഉള്ള കഴിവുകളെ ഈ ലോകകപ്പിൽ വേണ്ട വിധത്തിൽ ആ കോച്ച് യൂസ് ചെയ്തില്ല എന്നുള്ള ടാക്ടിക്കലായുള്ള വിശകലനങ്ങളാണ് ഓരോ മത്സരം കഴിയുമ്പോഴും നമുക്ക് ആവശ്യം. ഇതുപോലെയുള്ള ഫാൻ ഫൈറ്റുകളല്ല.